വൈറ്റ് ഹൗസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ 2 സൈനികർക്ക് ഗുരുതര പരിക്ക്. നാഷണൽ ഗാർഡ്സിലെ സൈനികർക്കാണ് പരിക്കേറ്റത്. അക്രമിയെ പോലീസ് പിടികൂടി. അക്രമിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സീത്ത് അറിയിച്ചു. പതിവ് പെട്രോളിങ്ങിനിടെയാണ് നാഷണൽ ഗാർഡ്സ് വിഭാഗത്തിലെ സൈനികർക്ക് നേരെ തുടർച്ചയായി വെടിയുതിർത്തത്. ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണം നടത്തിയ അഫ്ഗാൻ സ്വദേശി റഹ്മാനുള്ള ലക്കൻവാൽ പോലീസ് പിടിയിലായിട്ടുണ്ട്. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചതായി പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സീത്ത് അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവരെ വകവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. We will never back down. We will secure our capital. We will secure our cities. In fact, this happened just steps away from the White House. It will not stand. And that's why President Trump has asked me, and I will ask the Secretary of the Army to the National Guard, to add 500 additional troops, National Guardsmen, to Washington, D.C. This will only stiffen our resolve. So we know exactly who we're targeting and why. If you're involved in that conduct, we will kill you. It's that deadly serious because of the poison that has made its way into the American public for far too long. President Trump is serious about it. പ്രസിഡന്റും വൈറ്റ് ഹൗസ് ജീവനക്കാരും ധീരന്മാരായ നാഷണൽ ഗാർഡ് സൈനികരോടൊപ്പമുണ്ടെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഹ്മാനുള്ള ലക്കൻവാൽ 2021 അമേരിക്കയിലെത്തിയത്. സെപ്റ്റംബറിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃതമായി രാജ്യത്ത് തുടരുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.